ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ ഭഗവത്ഗീതയും ഉപനിഷത്ത് വചനങ്ങളും ഉയർത്തിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിപക്ഷം ഉയർത്തിയ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി. ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മുഖ്യമന്ത്രി പരാമർശിച്ചില്ല. 3 സെഷനുകളിലായി നടന്ന ചർച്ചയിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങൾ ക്രോഡീകരിക്കാൻ 18-അംഗ സമിതിയെ നിയോഗിക്കാൻ തീരുമാനമായി. അയ്യപ്പ സംഗമത്തിൽ കൂടുതൽ പങ്കാളിത്തമുണ്ടായെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒക്ടോബറിൽ ശബരിമലയിലെത്തും. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് എണ്ണി മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി യുവതീ പ്രവേശന വിവാദത്തിൽ മൗനം പാലിച്ചു. അയ്യപ്പ സംഗമത്തിനെതിരെ കോടതിയിൽ പോയവർക്കും വിമർശനം. ചിലർ പ്രചരിപ്പിക്കുന്നത് പോലെ ഈ അയ്യപ്പ സംഗമം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തീരുമാനിച്ചതല്ല. വർഷങ്ങൾ നീണ്ട ആലോചനകൾക്കും ചർച്ചകൾക്കും ശേഷമാണ് ഇത്തരം ഒരു പരിപാടിയിലേക്ക് എത്തിയത്. ശബരി റെയിലും റോപ്പ് വേയും വിമാനത്താവളവും യാഥാർത്ഥ്യമാക്കുമെന്നും മുഖ്യമന്ത്രി. ശബരി റെയിൽപാത, റോപ്പ് വേ, വിമാനത്താവളം ഇതെല്ലാം ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഈ ഡിസംബർ മാസത്തോടെ എല്ലാ അനുമതികളും ലഭ്യമാകുമെന്ന് തന്നെയാണ് ഉറപ്പായും കരുതുന്നത്. ചർച്ചയിൽ ഉയർന്ന ആവശ്യങ്ങൾ തമിഴ്നാട് മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്ന് മന്ത്രി പി കെ ശേഖർ ബാബു പറഞ്ഞു. 3 സെഷനുകളിലായി നടന്ന ചർച്ചയിലെ നിർദ്ദേശങ്ങൾ ക്രോഡീകരിക്കാൻ 18-അംഗ സമിതിയെ ശുപാർശ ചെയ്യുമെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു. സംഗമത്തിൽ 4126 പേർ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. 2125 പേർ കേരളത്തിന് പുറത്തുനിന്നുള്ളവരാണ്. വിദേശത്ത് നിന്ന് 182 പേരെത്തി. ചർച്ചകളിൽ ഒരു കൗണ്ടറിലെ മാത്രം എണ്ണമെടുത്ത് തെറ്റായ സംഖ്യ നൽകിയെന്നും വി എൻ വാസവൻ. 4126 പേരാണ് പങ്കെടുത്തിട്ടുള്ളത്. 2125 പേർ കേരളത്തിന് വെളിയിൽ നിന്നുള്ളവരാണ്. കേരളത്തിൽ 1819 പേർ. ചില ആളുകൾ തെറ്റിദ്ധരിച്ച് ഒരു കൗണ്ടറിലെ മാത്രം നമ്പർ എടുത്തിട്ട് അതാണ് പങ്കെടുത്തതെന്ന് വാർത്തകൾ വന്നായിട്ട് ഞങ്ങൾ കണ്ടു. അപ്പോൾ അത് മാത്രം എടുത്തിട്ട് കൊടുത്തിട്ട് അതാണ് കൗണ്ടറിൽ കണ്ടത് എന്ന് പറഞ്ഞ രൂപത്തിലേക്കുള്ള പ്രചരണം അഴിച്ചുവിട്ടവരുണ്ട്. പരാതികളില്ലാതെ സംഗമം പൂർത്തിയാക്കിയെന്നും വി എൻ വാസവൻ പറഞ്ഞു. 24 പമ്പ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.